ഈ സൂപ്പർ മാർക്കറ്റുകാർക്ക് നിങ്ങൾക്ക് ഏതൊക്കെ HSNൻ്റെ ഏതൊക്കെ റേറ്റോട്ട് മാറിയിട്ടുണ്ടെന്ന് ഒരു എക്സൽ ഫയൽ ഞാൻ നെറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ എക്സൽ ഫയൽ കൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്നിട്ട് എങ്ങനെയാണ് HSN വെച്ച് നിങ്ങൾ മാറ്റുന്നത്, ഈ GST മാറ്റുന്നത്, പിന്നെ പേരും വെച്ച് മാറ്റാം, പിന്നെ പഴയ GST റേറ്റ് ഉള്ളത് മാറ്റി പുതിയ GST റേറ്റിലും കൊണ്ടുവരാം. അങ്ങനെ 3 രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 0401 തുടങ്ങുന്ന HSN ഉള്ള ഐറ്റം എല്ലാം ടാക്സ് 0 പോയിരിക്കുക. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ HSN സെലക്ട് ചെയ്തിട്ട് 0401 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ HSN ഉള്ള എല്ലാ ഐറ്റവും വരും. എന്നിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് റീപ്ലേസ് സെലക്റ്റഡിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ GST 0, ഇതും 0 കൊടുക്കുക, ഇതും 0 കൊടുക്കുക, ഇവിടെ ഇതും 0 കൊടുത്തിട്ട് നിങ്ങളങ്ങ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ഇതും 0 ടാക്സിലോട്ട് മാറി. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ GSTയിലുള്ള ഐറ്റങ്ങൾ എല്ലായിടത്തും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ GST ക്ലിക്ക് ചെയ്തു, എന്നിട്ട് 12 കൊടുത്തു കഴിഞ്ഞാൽ 12 GSTയിലെ ഐറ്റങ്ങളെല്ലാം സ്ക്രീനിൽ വരും. ഇതിനകത്ത് ഏതൊക്കെ ഐറ്റമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്, അല്ല മൊത്തം 12 സെലക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ സെലക്ട് ഓൾ കൊടുത്തിട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇതിനകത്തിരിക്കുന്ന സെലക്റ്റഡ് ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്ത് മാറ്റിയാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഐറ്റമായിട്ട് സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ ഞെക്കി പിടിച്ചുകൊണ്ട് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നായിട്ട് സെലക്ഷൻ ആവും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഈ 1 more തുടങ്ങുന്ന എല്ലാ ഐറ്റവും നിങ്ങൾക്ക് മാറ്റി ഇപ്പം 5% മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1 more ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ലാസ്റ്റിൽ 1 more അവിടെ കൊണ്ടുവരുന്ന മുമ്പ് മൗസ് ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് ഷിഫ്റ്റ് കീ ഞെക്കി പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്ര സാധനം സെലക്ട് ആയി. എന്നിട്ട് റീപ്ലേസ് സെലക്റ്റഡ് ടു ഏതുമാക്കണം, 5 ആക്കണമെന്നുണ്ടെങ്കിൽ. കാര്യം ഇത് ഞാൻ വെറുതെ സാമ്പിളാണ് കാണിക്കുന്നത്. ഈ HSN ഒക്കെ നോക്കി നിങ്ങൾ മാറ്റിയേക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് HSN വെച്ച് മാറ്റാൻ പറ്റാത്ത ഐറ്റങ്ങൾ, ടാക്സ് ഉള്ള ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് GSTയുടെ റേറ്റുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഇരിക്കുന്ന എക്സൽ ഫയൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ അല്ലാതെ ഓൾറെഡി നിങ്ങളുടെ എല്ലാവരുടെയും വാട്സാപ്പിനകത്തോട് ഞങ്ങൾ ഈ സർക്കുലർ അയച്ചു തന്നിട്ടുണ്ട്. ആ സർക്കുലറിനകത്തും നിങ്ങൾക്ക് ഈ പുതിയ GST എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് HSN കൊടുത്തിരിക്കുന്നവർക്ക് ഇതെല്ലാം മാറ്റി കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ഐറ്റമായിട്ട് നോക്കിയും കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കത്തില്ല. ഓക്കെ, ബൈ.